കുറേ നാൾക്ക് ശേഷം ന്യൂഡിൽസ് കഴിക്കാനായിട്ട് ഒരാഗ്രഹം. അപ്പോൾ കടയിൽ ചെന്നപ്പോൾ അവിടെ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന അതിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ന്യൂഡിൽസ് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കനും മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടെ വഴറ്റി കുറച്ച് സോസിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സോസിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് ഒഴിച്ചുള്ളൂ. സോസ് ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് ഇട്ട് മിക്സ് ചെയ്തെടുത്തു. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റാണ്. നമ്മളിപ്പോൾ കറൻ്റ്ലി പാരീസിലാണുള്ളത്. ഇവിടെ ഫുഡെന്നല്ല എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലാണിപ്പം ഓൾമോസ്റ്റ് എന്ത് കഴിക്കണം എന്ന് തോന്നിയാലും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കൽ കുറവാണ്. അപ്പം ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ഇത് രാവിലെ ഉച്ചയ്ക്കും കഴിക്കാനായിട്ടാണ് കേട്ടോ ന്യൂഡിൽസ് ഉണ്ടാക്കിയത്. വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് റൊട്ടിയും ബട്ടർ നാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് റെസിപ്പിയൊക്കെ നോക്കി ഉണ്ടാക്കാൻ തുടങ്ങി. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ട്രൈ ചെയ്യുമ്പം മല്ലിപ്പൊടിയൊന്നും ഇടാറില്ല ഇതിനകത്ത്. ഞാൻ മല്ലിപ്പൊടി ഇട്ട് കുറച്ചധികം കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരു പാലിൻ്റെ ഒരു ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മൂന്നുമാണ് ഞാൻ വേറൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഇത് മധുരം ഇല്ലാതെ കഴിച്ചപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു.